ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട നിലപാടുകളിൽ നിർണായക മാറ്റം വരുത്താനൊരുങ്ങി ഇറാൻ. പരമോന്നത നേതാവ് മുജിതബ കമീനിയാണ് രാജ്യത്തിന്റെ പുതിയ നീക്കം വെളിപ്പെടുത്തിയത്. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തിൽ ഇറാൻ പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്നും രാജ്യത്തെ ആക്രമിച്ചവർ ശിക്ഷിക്കപ്പെടാതെ പോകില്ലെന്നും ഔദ്യോഗിക മാധ്യമങ്ങളിലൂടെ മുജിതബ മുന്നറിയിപ്പ് നൽകി. സംഘർഷങ്ങളിൽ തങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങൾക്ക് പരിഹാരം തേടുമെന്ന് വ്യക്തമാക്കിയ മുജിതബ ഇത് ഇറാന്റെ നയതന്ത്രത്തിലെ നിർണായകമായ ഒരു പുതിയ അധ്യായമാണെന്നും പറഞ്ഞു. യുദ്ധത്തിൽ പരിക്കേറ്റവർക്കും രക്തസാക്ഷികൾക്കുമായി ഓരോ തുള്ളിച്ചോര പകരമായി നഷ്ടപരിഹാരം ഈടാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുൻ പരമോന്നത നേതാവും തന്റെ പിതാവുമായ ആയത്തുള്ള അലി ഖമനേയെ വധത്തിന് പ്രതികാരം ചെയ്യുമെന്നും അദ്ദേഹം ആവർത്തിച്ചു. രാജ്യം ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ലെങ്കിലും തങ്ങളുടെ അവകാശങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം അമേരിക്കയും ഇറാനും തമ്മിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചില്ലെങ്കിലും ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം ഇപ്പോഴും വെല്ലുവിളികൾ നേരിടുകയാണ്. 2 ആഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തലായെങ്കിലും ലബനിലെ സംഘർഷം ഇതിനെ പ്രതിസന്ധിയിലാക്കി. വെടിനിർത്തൽ വ്യവസ്ഥകൾ പ്രകാരം ഹോർമുസ് കടലിടുക്കിലൂടെ പ്രതിദിനം 15 കപ്പലുകളെ മാത്രമേ കടന്നുപോകാൻ അനുവദിക്കൂ എന്നതാണ് ഇറാന്റെ നിലപാട്. പശ്ചിമേഷ്യയിൽ 2 ആഴ്ചത്തേക്ക് യുഎസും ഇറാനും വെടിനിർത്തൽ പ്രഖ്യാപിച്ചതു മുതൽ എല്ലാവരുടെയും കണ്ണ് ഹോർമുസിലേക്കായിരുന്നു. ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ ഇറാൻ സമ്മതിച്ചതായി ട്രംപും 2 ആഴ്ചത്തെ ഹോർമുസ് തുറക്കുമെന്ന് ഇറാനും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഹോർമുസ് വഴിയുള്ള കപ്പൽ ഗതാഗതം യുദ്ധത്തിന് മുമ്പുള്ള രീതിയിലേക്ക് മടങ്ങാൻ വളരെ സമയമെടുക്കുമെന്നാണ് ഇറാൻ പറയുന്നത്. വെടിനിർത്തൽ കരാർ പ്രകാരം ദിവസം 15 കപ്പലുകളിൽ കൂടുതൽ ഹോർമുസ് കടക്കാൻ ഇറാൻ അനുവദിക്കില്ലെന്ന് ഇറാനിയൻ സ്രോതസ്സുകളെ ഉദ്ധരിച്ച് റഷ്യൻ വാർത്താ ഏജൻസിയായ ടാസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഓരോ യാത്രയ്ക്കും ഇറാന്റെ അംഗീകാരം വേണ്ടിവരും. IRGCയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക പ്രോട്ടോകോളുകളും ഉണ്ടായിരിക്കും. നേരത്തെ തന്നെ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ടോൾ ഈടാക്കിയേക്കുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഹോർമുസ് കടക്കണമെങ്കിൽ ഇറാൻ നിശ്ചയിച്ച പണം നൽകണമെന്ന ആവശ്യം ഇസ്ലാമാബാദിൽ വെള്ളിയാഴ്ച നടക്കുന്ന ചർച്ചയിൽ മുന്നോട്ട് വയ്ക്കുമെന്നാണ് സൂചന. അമേരിക്ക ഇത് അംഗീകരിച്ചേക്കുമെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. കപ്പലിന്റെ ഇനമനുസരിച്ച് ടോൾ നിരക്കുകളിൽ മാറ്റമുണ്ടാകുമെന്നും സൂചനയുണ്ട്. ടോൾ നിശ്ചയിക്കുന്നതിനായി ഒമാനുമായി ചേർന്ന് പ്രോട്ടോകോൾ തയ്യാറാക്കുകയാണെന്ന് ഇറാന്റെ വിദേശകാര്യ ഡെപ്യൂട്ടി മന്ത്രി കാസിം കരിബാപ്തി കഴിഞ്ഞ ആഴ്ച വെളിപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ദിവസം 15 കപ്പലുകളിൽ കൂടുതൽ കടത്തിവിടില്ലെന്ന റിപ്പോർട്ടുകൾ വരുന്നത്. അതേസമയം വെടിനിർത്തലിൽ ഇറാൻ ഒരു സാമ്പത്തിക വ്യവസ്ഥ കൂടി ചേർത്തിട്ടുണ്ട്. 2 ആഴ്ചത്തെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് തടഞ്ഞുവെച്ച തങ്ങളുടെ വിദേശാസ്തികൾ വിട്ടുകിട്ടണമെന്നാണ് ഇറാന്റെ ആവശ്യം. മാത്രമല്ല ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൌൺസിൽ പ്രമേയത്തിലൂടെ യുദ്ധാവസാനം ഔദ്യോഗികമായി അംഗീകരിക്കണമെന്നാണ് ഇറാന്റെ ആവശ്യം. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ അനന്തരഫലങ്ങൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പുണ്ട്. ഇതുവരെയുള്ളതിലും തീവ്രതയോടെ പോരാട്ടം പുനരാരംഭിക്കാൻ തങ്ങൾ പൂർണ്ണമായും തയ്യാറാണെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. വെടിനിർത്തൽ കാലയളവിൽ മേഖലയിൽ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കരുതെന്ന് ഇറാൻ അമേരിക്കയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലോകത്തിലെ സമുദ്രമാർഗമുള്ള അസംസ്കൃത എണ്ണ വ്യാപാരത്തിന്റെ 1/5 ഹോർമുസ് കടലിടുക്കിലൂടെയാണ് കടന്നു പോകുന്നത്. യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ IRGC ഹോർമുസിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും കടലിടുക്ക് അടയ്ക്കുകയുമായിരുന്നു. തുടർന്ന് വളരെ ചുരുക്കം കപ്പലുകൾ മാത്രമാണ് ഹോർമുസിലൂടെ ഇക്കാലയളവിൽ കടന്നുപോയത്. കപ്ലർ ഡേറ്റ പ്രകാരം മാർച്ച് 1 മുതൽ ഏപ്രിൽ 7 വരെ 307 കപ്പലുകളാണ് ഹോർമുസ് കടന്നത്. ഇത് സാധാരണ ഹോർമുസിലൂടെയുള്ള ഗതാഗതത്തെ അപേക്ഷിച്ച് 95% കുറവാണ്. എന്നാൽ ചർച്ചയിൽ ഇറാന്റെ നിലപാടുകൾ നിയന്ത്രിച്ചത് നിലവിലെ പരമോന്നത നേതാവും മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ മകനുമായ മുജിതബ അലി ഖമേനി എന്നാണ് റിപ്പോർട്ട്. മുജിതബ മരിച്ചെന്ന വാർത്തകൾക്ക് വിരുദ്ധമായാണ് അന്താരാഷ്ട്ര മാധ്യമമായ ആക്സിയോസിന്റെ റിപ്പോർട്ട്. യുദ്ധം തുടങ്ങിയതു മുതൽ മുജിതബ സമാധാന ചർച്ചകൾക്കായി ആശയങ്ങൾ മെനയുകയായിരുന്നുവെന്നും റിപ്പോർട്ടുണ്ട്. 2 ആഴ്ചത്തെ വെടിനിർത്തലിനിടെ പറ്റുന്നത്രയും കപ്പലുകൾ ഹോർമുസ് കടത്തുകയാണ് ഇറാന്റെ ലക്ഷ്യമെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞത്. ഇത് മുജിതബയുടെ തന്ത്രമാണെന്ന് കരുതുന്നു. ഇതിനിടെ ഇറാൻ US യുദ്ധത്തിന് താൽക്കാലിക വിരാമം വിട്ട് വെടിനിർത്തൽ പ്രഖ്യാപിക്കപ്പെട്ടതിന് പിന്നാലെ ഇറാനിലുള്ള ഇന്ത്യക്കാർ എത്രയും വേഗം രാജ്യം വിടണമെന്ന് എംബസിയുടെ മുന്നറിയിപ്പുണ്ട്. ഇറാനിൽ ഇപ്പോഴും തുടരുന്ന ഇന്ത്യക്കാർ നിലവിലെ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ എത്രയും വേഗം ഇറാൻ വിടണം. എംബസിയുമായി ബന്ധപ്പെടണം. എംബസി നിർദ്ദേശിക്കുന്ന മാർഗങ്ങളും ഉപയോഗിക്കണമെന്നാണ് നിർദ്ദേശത്തിലുള്ളത്. എംബസിയുടെ അനുമതിയില്ലാതെ ഒരു രാജ്യാന്തര അതിർത്തികളിലൂടെയും മറ്റു രാജ്യത്തേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്നും നിർദ്ദേശത്തിൽ കർശനമായി പറയുന്നു. കഴിഞ്ഞ ദിവസം ഇറാനിൽ കനത്ത ആക്രമണം നടത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്ന സാഹചര്യത്തിലും ഇന്ത്യൻ എംബസി നിർദ്ദേശം പുറപ്പെടുവിപ്പിച്ചിരുന്നു. 48 മണിക്കൂർ സുരക്ഷിത സ്ഥാനങ്ങളിൽ തന്നെ കഴിയണമെന്നും ആക്രമണം നടക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്നുമായിരുന്നു നിർദ്ദേശം. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.